ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു കൊയിലാണ്ടി നഗരസഭ ചെയർമാൻ ശ്രീ UK ചന്ദ്രൻ, സെറീന ട്രസ്റ്റ് കാലിക്കറ്റ് അതിൻ്റെ ചെയർമാൻ ശ്രീ സുധാകരൻ PP, കൊയിലാണ്ടി നഗരസഭയെ പ്രവർത്തന മികവിലൂടെ മെച്ചപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കുന്നതിന് പ്രവർത്തിക്കുന്ന നഗരസഭാ ചെയർമാനാണ് ശ്രീ UK ചന്ദ്രൻ. സാമൂഹ്യ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ സൗമ്യമായ ഇടപെടൽ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഭരണകർത്താവ്. കൈവച്ച മേഖലകളെല്ലാം പരാതികളില്ലാത്ത വിധം പൂർത്തീകരിക്കുന്നതിൽ ദിഷണ പ്രകടിപ്പിക്കുന്ന സംഘാടകൻ. വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് സമാനതകളില്ലാത്ത മാതൃകയായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച് സ്വർണ്ണഗാഥ രചിച്ച വ്യക്തിത്വം. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് ഇച്ഛാശക്തിയോടെ നേതൃത്വം നൽകുന്ന ശ്രീ UK ചന്ദ്രനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ PP സുധാകരൻ മാസ്റ്റർ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും പ്രവർത്തിച്ച് കോളേജ് ഡെപ്യൂട്ടി ഡയറക്ടറായി 1994 സർവീസിൽ നിന്നും വിരമിച്ചു. 1982-86 കാലത്ത് കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് കൊയിലാണ്ടിയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശിഷ്യസമ്പത്തുണ്ട്. ഇന്നിവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കൊയിലാണ്ടി നഗരസഭാ ചെയർമാൻ UK ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. സമാന മനസ്കരായ ഒരു കൂട്ടം ആളുകളുടെ സഹകരണവും പിന്തുണയും ഏറ്റുവാങ്ങിക്കൊണ്ട് 2023 മുതൽ സെറീന ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ PP സുധാകരൻ മാസ്റ്ററാണ് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് എഡ്യൂടെക് കൊയിലാണ്ടിയുടെ ശ്രീ MG ബെൻരാജ് സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, കൊയിലാണ്ടി നഗരസഭയുടെ സഹകരണത്തോടെ കോഴിക്കോട് സെറീന ട്രസ്റ്റും കൊയിലാണ്ടി എഡ്യൂടെക്കും സംയുക്തമായി സംഘടിപ്പിച്ച പ്രചോദക വാർദ്ധക്യം എന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം പറയുകയാണ്. ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കൊയിലാണ്ടി നഗരസഭയുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ UK ചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ ഒന്നുകൂടെ സംഘാടക സമിതിക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സെറീന ട്രസ്റ്റ് ഇവിടെ പല ഘട്ടങ്ങളിലായി ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിൻ്റെ ആരാധ്യനായ ചെയർമാൻ പ്രൊഫസർ PP സുധാകരൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇവിടെ സദസ്സിലുണ്ട് എന്നറിയാം. അദ്ദേഹം മുജുവന്ന് ഇപ്പോഴാണ്. നേരത്തെ കൊയിലാണ്ടി ടൗണിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജ് പ്രവർത്തിച്ചിരുന്ന അവസരത്തിൽ 4 വർഷം അവിടെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ച ആളാണ്. മാത്രമല്ല, അദ്ദേഹം കൊളീജിയേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം വിരമിച്ചത് കോഴിക്കോട്. ഈ പരിപാടിയുടെ സംഘാടനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സജീവ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അതിൻ്റെ മികവിനു വേണ്ടി നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന സുധാകരൻ സാറിനെ അധ്യക്ഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ പേര് കേട്ടപ്പോൾ ചില ആളുകളൊക്കെ വാർദ്ധക്യം വളരെ വൃദ്ധന്മാർക്കുള്ള പരിപാടിയാണോ, അവർക്കുള്ള അവാർഡ് സമർപ്പണമാണോ എന്നൊക്കെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വാർദ്ധക്യം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വാർദ്ധക്യം എന്നാൽ നല്ല പക്വമായ അവസ്ഥ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നല്ല പക്വമായ അവസ്ഥയിലുള്ള ആളുകൾ പലപ്പോഴും അവർക്കുള്ള അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി. അവരുടെ മുഖത്തെ ഓരോ ചുളിവും ഓരോ പാഠപുസ്തകമാണ്. കാരണം സാമൂഹ്യ ഗുരുക്കന്മാരായിട്ട് അവരിപ്പോഴും സമൂഹത്തിൽ തുടരുകയാണ്. അതുകൊണ്ടാണ് പ്രഭാകരൻ സാറിൻ്റെ സെഷൻ്റെ ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കപ്പുറം എന്ന് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചത്. ഇവരുടെയൊക്കെ ശരീരത്തിൽ ഓരോ ചുളിവും ഓരോ പാഠപുസ്തകമാണ്. അത് സമൂഹത്തിൻ്റെ പാഠപുസ്തകം. അതുകൊണ്ടാണ് പാഠപുസ്തകത്തിനപ്പുറം മറ്റൊരു പാഠപുസ്തകം എന്ന രീതിയിൽ ഈ സെഷൻ്റെ പേര് ആ രീതിയിൽ തീരുമാനിച്ചത്. അപ്പം ഒരു പകലിൻ്റെ ഏറ്റവും മനോഹരമായ
അസ്തമനമാണ്. ഒരു പകലിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം അസ്തമനമാണ്. നമ്മളൊക്കെ ആസ്വദിക്കാൻ പോകാറുണ്ട്. അതുകൊണ്ട് ആ അസ്തമനം മനോഹരമായ ആ ഭാഗത്ത് ആഹ്ലാദകരമായ അവസരത്തിലാണ് ഈ മുഴുവൻ ഗുരുക്കന്മാരും ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അവർക്ക് എൻ്റെ ആശംസ കൂടി നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കൾ, പല രീതിയിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സെറീന ട്രസ്റ്റിലെ അംഗങ്ങൾ, അതിൻ്റെ അഭ്യുദയകാംക്ഷികൾ, എഡ്യൂടെക്കിലെ നിരവധി ആളുകൾ, നമ്മുടെ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ ശ്രീ പി സുധാകരൻ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷനൊന്നും ചെയ്യാനില്ല. കാരണം തൊട്ട് മുമ്പ് നടന്ന ചടങ്ങ് നമ്മളെ എല്ലാവരെയും വളരെ ചെറിയ മനുഷ്യരാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൽ വാർദ്ധക്യം ആർക്കെങ്കിലും ചേരുമെങ്കിൽ അത് എനിക്ക് മാത്രമാണ്. ആ നിലക്ക് ഇപ്പോഴും കർമ്മനിരതരായിരിക്കുന്ന ഡോക്ടർ പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇത്രയും പേര് ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നവരെ ആദരിച്ച ഒരു ചടങ്ങിന് ശേഷം എനിക്ക് പറയാനൊന്നുമില്ല. ഒരു സന്തോഷം, ഹൃദയസ്പർശിയായ ഈ ചടങ്ങ് കണ്ടതിന് ശേഷം ഇനിയും എത്രയോ പേർ ഇതുപോലെ ആദരിക്കപ്പെടേണ്ടവരായിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിലും. എപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട്, എല്ലാ ആദരവിലും കുറേ അനാദരവുകളുണ്ട്. ആദരിക്കപ്പെടാതെ പോകുന്നവർ അനാദരിക്കപ്പെടുന്നില്ലേ എന്നൊരു സംശയമാണ്. ഒരു കാര്യം സെറീന ട്രസ്റ്റിന് വേണ്ടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും ഈ തരത്തിലുള്ള ചടങ്ങുകൾ കൊയിലാണ്ടിയിലല്ലെങ്കിൽ എവിടെയെങ്കിലുമായി സെറീന ട്രസ്റ്റ് നടത്തും. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണായ ശ്രീ UK ചന്ദ്രനെ ഒരു സദസ്സിലിരുന്ന് അനുമോദിക്കാൻ കൂടിയുള്ള അവസരം ഉപയോഗിക്കാൻ കൂടിയാണ്. ശ്രീ UK ചന്ദ്രൻ, ഞാൻ അവിടെ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് സ്റ്റുഡൻ്റായിരുന്നു. എന്നെപ്പറ്റി എന്തൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് എനിക്ക് ഏതാണ്ട് ഒരു സാമ്പിൾ വഴി നേരത്തെ തന്നിരുന്നു. കൂടുതൽ എന്തെങ്കിലും ചന്ദ്രൻ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയുന്നത് കേൾക്കാൻ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഞാൻ എൻ്റെ കൃത്യം നിർവഹിച്ചതായി നിങ്ങളോട് പറയുകയും അടുത്ത ചടങ്ങിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് ശ്രീ UK ചന്ദ്രനെ, കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ, ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറെ പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകൻ സുധാരൻ മാഷ്, വലിയ സന്തോഷമുണ്ട്. സുധാരൻ മാഷ് കൊയിലാണ്ടി തന്നെ വന്നിട്ട് 2 വർത്താനം പറഞ്ഞല്ലോ. സുധാരൻ മാഷ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന മാഷാണ്. സെറീന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രഭാകരൻ മാഷ വീടിൻ്റെ കൂടലിലാണ് സുധാരൻ മാഷ ഞാൻ കണ്ടത് കുറേ കാലത്തിനിടയിൽ. അന്ന് പ്രഭാകരൻ മാഷ്, സുധാരൻ മാഷും ഞാനും കൂടി ഫോട്ടോയിലെടുത്ത് അതിനുശേഷം എന്നെ സെറീന ട്രസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ആഡ് ചെയ്ത് അന്ന് മുതൽ സെറീന ട്രസ്റ്റിൻ്റെ ജില്ലയിലെ കോഴിക്കോട് നഗരത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ പരിപാടിയും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. വലിയ വിമർശനങ്ങളൊക്കെ ഉള്ള ആളുകളെയൊക്കെ അതിൽ കൊണ്ടുവന്ന് ഓരോ വേദി പങ്കിട്ടുകൊണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങൾ അധികവും അളകാപുരിയിലാണ് നടക്കാറ്. ആ നടക്കുന്ന പരിപാടിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് എന്തെങ്കിലും തിരക്കുണ്ടാവും. എന്തായാലും ചെയർമാനൊന്നുമല്ല, പക്ഷേ
പോകാൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു കൂട്ടം ആൾക്കാർ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തികൾ ആ ഗ്രൂപ്പിലുണ്ട്. സുധാരൻ മാഷ് ചിലപ്പോൾ ചില വാക്കുകളെല്ലാം അതിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യും. മാഷ് അഡ്മിനാണ്. അഡ്മിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സർവാധികാരിത്വം ഉപയോഗിച്ച്, സർവാധികാരി എന്ന് പറയുന്നത് എനിക്കും കൂടി അത് ബാധകമായിട്ടുണ്ട്. കൊയിലാണ്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു അതിരാവിലെ ഒരു പതാക ഉയർത്താൻ വേണ്ടി അവിടെ ഒരു കുഴിയെടുത്ത്, സുധാരൻ മാഷ് റൂമിൻ്റെ തൊട്ടെടുത്ത. അപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് സ്ഥലം കണ്ടില്ല, പൈപ്പ് കണ്ടില്ല, പൈപ്പ് പൊട്ടി. സുധാരൻ മാഷ് ഞാനങ്ങ് പോയി, പൈപ്പ് കുടിയെല്ലാം കുഴിച്ചിട്ട് ഞാനങ്ങ് പോയി. എൻ്റെ അച്ഛൻ അനിയൻ്റെ വീട്ടിലാണ് താമസം. അപ്പോൾ അവിടെ നിന്നുണ്ട് മാഷ്, അവിടുന്ന് ഒരു ഗംഗാരട്ടനുണ്ട്, അവിടുത്തെ പിയോണ്. അയാളെ പറഞ്ഞയച്ചിട്ട് സുധാരൻ മാഷിനെ വിളിച്ചു. ഞാനിക്കെന്തോന്നും തിരിഞ്ഞിക്കില്ല, ഞാനിത് ഉറങ്ങുക. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്കൂൾ പാർലമെൻറ്റ് കോളേജ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ മാഷെടുത്ത് പോയി ഷട്ടലെടുത്തിട്ട്, അന്ന് ആ ഷട്ടലെടുത്തിട്ട് പോയപ്പോൾ തന്നെ ഷർട്ട് സുധാരൻ മാഷുമായി തന്ന ഷർട്ടാണ്. സുധാരൻ മാഷ്, പവൂർ ശശീന്ദ്ര മാഷ്, പനക്കൽ ശശീന്ദ്ര മാഷ്, അങ്ങനെ കുറേ അധ്യാപക വൃന്ദാണ് എനിക്ക് ഷർട്ടും പാൻറ്റും, അതുപോലെ തന്നെ അത് പാൻറ്റ് ഒരാകെ ഇട്ട ഒരു ദിവസം തെരഞ്ഞെടുപ്പിൽ ദിവസമാണ്. അത് ദേന്ത മാഷ വേണ്ട. അങ്ങനെ ആ ഷർട്ടെല്ലിട്ട് ഞാൻ സാറ് മാഷത്ത് ഇപ്പോൾ എന്നോട് ചോദിച്ചൊന്നും മനസ്സിലായില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാർ, മനസ്സിലായില്ല. എന്നാൽ ആ പൈപ്പ് വേഗം ഫിറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിക്കോ, ഫിറ്റ് ചെയ്തിട്ട് കയറിയാൽ മതി എന്നാണ്. ഞാൻ എന്നിട്ടും മനസ്സിലായില്ല. അപ്പം ഞാൻ നോക്കുന്നേരം മാഷ് ആരുമില്ല വെച്ചിട്ട് അത് തൽക്കാലം ആ കൊടിയോണ്ട്, കൊടീൻ്റെ കാലുകൊണ്ട് വെള്ളം പോകുന്ന മാഷ റൂമിലേക്കാണ് വെള്ളമെല്ലാം തെറിച്ചുകൊണ്ടിരിക്കുന്നത്, നേരെ തൊട്ടടുത്ത. അപ്പോൾ അതെല്ലാം ഞാനത് പെട്ടെന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി, ഇല്ല ഇനി സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്നില്ല പറഞ്ഞപ്പോൾ ഒന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഭീഷണിപ്പെടുത്തോളെന്ന് പറഞ്ഞാൽ ഇനി അത് ശരിയാക്കിയാൽ മതി എന്നുള്ള മാഷ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനത് ശരിയാക്കി. അന്ന് തേർഡ് ഗ്രൂപ്പിൽ മാഷ ക്ലാസ്സിൽ ഞാൻ അധികവും പോകാറുള്ളൂ. മാഷ് ഹിസ്റ്ററി എടുക്കുന്ന ആളെന്നുള്ള രൂപത്തിൽ മാഷ ക്ലാസ്സിലേ പോകാറുള്ളൂ. ബാക്കി ക്ലാസ്സുകളിലെല്ലാം എന്തെങ്കിലും സംഘടനാ പ്രവർത്തന രൂപത്തിൽ അങ്ങ് പോകലാണ്. അപ്പോൾ സത്യത്തിൽ അന്നും ഇപ്പോഴും മാഷ മുന്നിൽ സംസാരിക്കുന്നതിന് എനിക്കൊരു ബേജാറ്, വിറക്കലാണ്. സാധാരണ ഞാൻ മുന്നിൽ ആ ടൈം വിറക്കലില്ല. പക്ഷേ മാഷന്മാരെ മൊത്തം ഞാൻ ബഹുമാനിക്കലുണ്ട്. കാരണം പോലീസുകാരെ ബഹുമാനിച്ചെങ്കിലും മാഷന്മാരെ ബഹുമാനിക്കും. കാരണം എൻ്റെ വീട്ടിലൊരു അധ്യാപകൻ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു മഹത്വം എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഈ കോളേജിലെ പെട്ടെന്ന് മാഷ് ട്രാൻസ്ഫർ ആകും വയനാട്ടിലേക്ക്. പിന്നെ പിന്നെ കാണാണ്ടായി. ഇപ്പം ബീനയിട്ട് ഇവിടെ ഇരിക്കുന്നത്, ബീനയിട്ട് അങ്ങനെ കുറേ ആളുണ്ട് എൻ്റെ പേരെ പഠിച്ച ആളുകളാണ്. അതിൻ്റെ ട്രാൻസ്ഫർ ആയതിനു ശേഷം പിന്നെ മാഷ കാണുന്നില്ല. അപ്പോൾ ഞാൻ അന്നാണ് പ്രഭാകരൻ മാഷ വീട്ടുകൂടലിന് യാദൃശ്യമായിട്ട് അവിടെ എത്തിയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പ്രഭാകരൻ മാഷ വീടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ബന്ധം അത് മുതൽ ഇങ്ങനെ മാഷ പല പരിപാടി കാണലും സംസാരിക്കലെല്ലാം ഉണ്ടെങ്കിലും നേരിട്ട് കുറച്ച് കാലം ഇപ്പം ഇന്നാണ് ഇപ്പം കാണുന്നത്, അന്ന് കണ്ടതിന് ശേഷം. ഏതായാലും വലിയ സന്തോഷമുണ്ട് മാഷയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ. ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ എഡ്യൂടെക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സെറീന ട്രസ്റ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു സാധാരണ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് അവാർഡുകൾ നൽകിയ രീതി. ഞാൻ നേരത്തെ 2:30 എന്ന് പറഞ്ഞപ്പോൾ 2:30 ഞാൻ ഡയറിയിൽ എഴുതി വെച്ച 2:30 ഞാനിവിടെ കറക്റ്റ് 2:30 വന്നു. ഞാൻ ചോദിച്ചാൽ സുധാര ഭാഷ വന്നില്ല സുധാര ഭാഷ എത്തിയില്ല, കുറച്ചും കഴിഞ്ഞ് എത്തുക. തന്നെ ഞാൻ ടൗണിൽ വേറൊരു പരിപാടിക്ക് പോയി തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും 4 മണിക്ക് ഇവിടെ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഇന്ന് പ്രധാനപ്പെട്ടൊരു യോഗം ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചത്. കാരണം സുധാരൻ മാഷുടെയും അതുപോലെ തന്നെ ശിക്ഷകടകളുടെയും ഒക്കെ ഒരു ഒത്തുചേരലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ആദരിക്കപ്പെട്ട അധ്യാപകർ, എനിക്കേറെ പ്രിയപ്പെട്ട അധ്യാപകരാണ് എല്ലാവരും. ഇതിൽ ആരും എനിക്കറിയാത്തവരായിട്ടില്ല. എല്ലാവരും വലിയ രൂപത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. ആദരിക്കപ്പെടേണ്ട അതിൽ കുറച്ച് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ നടേരിക്കാരാണോ എന്നുള്ള സംശയമുണ്ട്. നടേരി മേഖലയിലുള്ള ആളുകളാണ് കൂടുതലുണ്ട്. അത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ 2 ആളുള്ളൂ.
പ്രഭാര മാഷെ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്താണോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ടത്. കാരണം കൂടുതൽ നടയരിക്കാർ വഴിയുണ്ട് അതുവഴി. എന്തായാലും ആ പരിപാടിയിൽ നടയരിക്കാർ കൂടുതലുണ്ട് കാണാൻ കേൾക്കാനിലെത്തിയത്. ഏതായാലും സുധാരൻ മാഷുകളുടെ ആദരവാണ് ഈ പരിപാടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറെ സന്തോഷം നൽകുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിലും ഞാനില്ല, കാരണം ഉദ്ഘാടനം ഞാൻ അതിൽ അർഹനല്ല. നേരത്തെ വികാര ഭാഷ പറഞ്ഞാൽ അർഹനല്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ കൂടുതൽ സംസാരിക്കില്ല. ഈ ചടങ്ങിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ആരാധ്യനായ നഗരസഭാ ചെയർമാൻ. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കേണ്ടിയിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നജീബ് KM. മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസ നമുക്കുണ്ട് എന്ന് കരുതാം. ചടങ്ങ് അവസാന ഘട്ടത്തോടെടുക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് സെറീന ട്രസ്റ്റ് കാലിക്കറ്റിൻ്റെ ശ്രീമതി സജിനി PM വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ ഈ സായാഹ്നം നമുക്ക് ഓരോരുത്തർക്കും. കൊയിലാണ്ടി നഗരസഭ, സെറീന ട്രസ്റ്റ് കോഴിക്കോട്, എഡ്യൂടെക് കൊയിലാണ്ടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രചോദക ജീവന പുരസ്കാരം സമൂഹത്തിനും പ്രചോദനം ആയി വഴികാട്ടിയായി നിലകൊള്ളുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങ് പാഠപുസ്തകങ്ങൾക്കപ്പുറം ഡോക്ടർ പ്രഭാകരൻ PM നയിച്ച മോട്ടിവേഷൻ സെഷൻ എന്നിവ വളരെ ഭംഗിയായി ഇവിടെ നടന്നു. ആദരവ് ഏറ്റുവാങ്ങിയ 10 അധ്യാപകരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരാണ് എന്ന് ഞാനിവിടെ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പറയട്ടെ. നമുക്കെല്ലാവർക്കും അവരെ മാതൃകയാക്കാം. അവർക്കുള്ള പ്രത്യേക നന്ദി സെറീന ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാനിവിടെ ആദ്യമേ അറിയിക്കട്ടെ. തുടർന്ന് മോട്ടിവേഷൻ സെഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത എഡ്യൂടെക് കൊയിലാണ്ടി ഡയറക്ടർ, നമ്മുടെ സെറീന ട്രസ്റ്റ് അംഗമായ ഡോക്ടർ പ്രഭാകരൻ PM എൻ്റെ സ്വന്തം പേരിലും ട്രസ്റ്റിൻ്റെ പേരിലുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച നമ്മുടെ സെറീന ട്രസ്റ്റ് കോഴിക്കോട് ചെയർമാൻ, നമ്മുടെ എല്ലാമായ ശ്രീ സുധാകരൻ സാറിന് സെറീന ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സാറിൻ്റെ ശിഷ്യനായ കൊയിലാണ്ടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീ UK ചന്ദ്രൻ സാറിന് ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. സ്വാഗത ഭാഷണം നടത്തിയ എൻ്റെ ഗുരുനാഥനായ MG ബൽരാജ് സാറിനും പ്രത്യേകം നന്ദി. കൂടാതെ ഇന്നത്തെ ഈ ആദരവ് ഏറ്റുവാങ്ങിയ 10 അധ്യാപകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. ചടങ്ങ് ഗംഭീരമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു, സെറീന ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു എൻ്റെ നാട്ടിൽ ഇതുപോലൊരു ചടങ്ങ് സെറീന ട്രസ്റ്റിൻ്റെ പേരിൽ ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞതിലും ആ ചടങ്ങിൽ എനിക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടിയതിലും. നന്ദി, നമസ്കാരം.